അതുകൊണ്ട് ബഹുമാനപ്പെട്ട സൂപ്പർ സ്റ്റാറുകളോട് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഓടി ഒളിക്കുന്ന ഈ പ്രവണത ഇനിയും നിർത്താറായിട്ടില്ലേ? നിങ്ങളൊക്കെ ഇനി എപ്പോഴാണ് അഭിപ്രായങ്ങൾ പറയുക? നിങ്ങൾക്കൊക്കെ 10ഉം 65ഉം 70ഉം വയസ്സായില്ലേ? ഇനിയും ഈ സിംഹാസനം ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണോ? അവനവൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞൂടെ? പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സിംഹാസനം നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് മിണ്ടാതിരിക്കാം. അത് ലാലേട്ടനായാലും ശരി, മമ്മൂക്കയായാലും ശരി. അപ്പോൾ അവരോട് ഞാൻ പറയുകയാണ്, ഇനി ആ സിംഹാസനം വീണുടയുന്നുണ്ടെങ്കിൽ ഉടയട്ടെ. ഇനി ആ സിംഹാസനം വേണമെങ്കിൽ പൊക്കോട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് അത് നിങ്ങൾ പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മലയാള സിനിമയിലെ താരരാജാക്കന്മാരെയൊക്കെ ഓർക്കുമ്പോഴേ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജയാണ് തോന്നുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ 2ഓ 3ഓ ദിവസമായിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അതിജീവിതയെ പറ്റിയിട്ടും അതുപോലെ തന്നെ ദിലീപിനെ പറ്റിയും തന്നെയാണ്. പക്ഷെ ഒരു താരരാജാവ് പോലും ഇവിടെ ഒരു അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിജീവിതയെ അത്രമാത്രം സ്നേഹിക്കുന്ന മഞ്ജു വാര്യർ വരെ ഈ ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം വരെ പറഞ്ഞിട്ടില്ല. അവരൊക്കെ അഭിപ്രായം പറയാതെ മുങ്ങി നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരാൾ പോലും വാതുറക്കാൻ തയ്യാറല്ല. ഒരാൾ പോലും ഇതിൻ്റെ ഒരു അഭിപ്രായം എന്താണ്, ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇതാണ് എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം ഒരാൾക്കും ഇല്ലാത്തത് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയേണ്ടത്, എന്നെ അലോസരപ്പെടുത്തുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് മമ്മൂക്ക ആയാലും ലാലേട്ടനായാലും ഈ സുരേഷ് ഗോപി ആയാലും ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഒരു മറുപടി വേണം. എന്താ വെച്ചാൽ ദിലീപിൻ്റെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഇത് കണക്കൂട്ടൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അതിനൊരു മറുപടി വേണം. പക്ഷെ മറുപടി പറയാനോ അതിനെപ്പറ്റി ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് ഭയന്നിട്ട് ഇവരാരും ഇപ്പോഴും മുഖം കൊടുക്കുന്നില്ല. ഇവരൊക്കെ എവിടെയാണെന്ന് അറിയുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി എനിക്ക് തോന്നുന്നത് 1 മാസം കഴിഞ്ഞാൽ മാത്രമേ ലാലേട്ടനും മമ്മൂക്കയും ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരുള്ളൂ. അവരല്ലാതെ ഇപ്പോഴും വരത്തേയില്ല. അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിലപാട് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരൊക്കെ പറയുന്നത് രായ്ക്ക് രാവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിജീവിതയുടെ കൂടെയാണ് എന്ന് പറയുമ്പോഴും അവർക്ക് എല്ലാവർക്കും തള്ളാൻ കഴിയാത്ത ഒരാൾ ഇപ്പുറത്തുണ്ട്. അത് വേറെ ആരുമല്ല, ദിലീപ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സുരേഷ് ഗോപി ആയാലും അതുപോലെ തന്നെ ലാലേട്ടനായാലും മമ്മൂക്കയായാലും താരരാജാക്കന്മാരും പിന്നെ താരറാണി എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന നമ്മുടെ മഞ്ജു വാര്യർ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മുങ്ങി നടക്കുന്നത് ദിലീപിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. ജനങ്ങളുടെ മൈൻഡാകെ മാറിയിരിക്കുകയാണ്. ഇപ്പോഴാര് വന്നിട്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും അവൻ്റെ കാര്യം അധോഗതിയാണെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ദിലീപിന് സപ്പോർട്ടായിട്ട് ദിലീപിനെ സ്തുതിവാടകരായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇനി അപ്പോൾ അവർ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സിനിമ അഭിനയിക്കുമ്പോൾ പോലും ആ സിനിമയെ വരെ ബാധിക്കുന്ന തരത്തിലുള്ള സൈബർ അക്രമങ്ങളാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ദിലീപിന് വേണ്ടിയിട്ട് ബാധിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ നേരിടുന്നൊരു പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, ദിലീപ് ഇത് സ്വപ്നത്തെ പോലും വിചാരിക്കാത്തതാണ്. ദിലീപ് വിചാരിച്ചത് കോടതി കുറ്റമുക്തനാക്കി കഴിഞ്ഞാൽ എനിക്കങ്ങ് സിനിമയിലേക്ക് കയറാം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട. പക്ഷേ ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും ദിലീപിനെതിരെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ചിലപ്പോൾ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5000 അല്ല 6000 അല്ല, അതിൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പക്ഷേ ഒരു PR വർക്കിൻ്റെ ഒരു ഇത് തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ഇതൊന്നുമല്ല. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന് ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ട് ഇതൊന്നുമല്ല. പക്ഷെ ഇതിലും ഒരു PR വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. PR വർക്ക് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അനാവശ്യമായിട്ടുള്ള കമൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. ഞാൻ ഈ കമൻറ്റുകളൊക്കെ നോക്കിയപ്പോഴേ ആ കമൻറ്റുകളിലുള്ള ആ ഒരു ID ഒരു 2ഓ 3ഓ ദിവസം മുമ്പ് ക്രിയേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഇപ്പോഴും ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ദിലീപിനെ ഭയങ്കരമായിട്ട് തെറി പറയുന്നതാണെങ്കിൽ അത് 2ഓ 3ഓ ദിവസം ഇല്ലെങ്കിൽ ഈ വിധി വന്നതിന് ഇപ്പുറത്തേക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു അക്കൗണ്ടിൽ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും അതുപോലെ ദിലീപിനെ മോശക്കാരനാക്കിക്കൊണ്ടും എന്ന് പറഞ്ഞാൽ ഒരുപാട് കമൻറ്റുകളും ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഇതിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെടുകയാണ് ഒരുപക്ഷെ ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ കമൻ്റ് ഇടുകയും ദിലീപിനെ തന്നെ പ്രതിയാക്കണം എന്ന് പറയുമ്പോഴും അവിടെ യഥാർത്ഥത്തിലുള്ള പ്രതികൾ ചിലപ്പോൾ രക്ഷപ്പെടുന്നുണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കാരണവശാലും പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ദിലീപിലേക്ക് മാത്രം ചുരുങ്ങിക്കഴിഞ്ഞാൽ അത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അതൊരു വളമാകും. ആ ഒരു ടീം തന്നെയായിരിക്കാം ഇപ്പോഴും ചിലപ്പോഴേ ദിലീപാണ് പ്രതി എന്നുള്ള രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് ഇല്ലേ കമൻ്റ് ഇടുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദിലീപിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്തു, ശരിയാണ്. ഭാഗ്യലക്ഷ്മി അടക്കമുള്ള അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ, അതായത് ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നവരെ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും
പറഞ്ഞാൽ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ജനപിന്തുണ ഉള്ള ആളൊന്നുമല്ല. ഭാഗ്യലക്ഷ്മി പറയുന്ന എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഇവിടെ ഒരു മനുഷ്യനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരോടാണ് എല്ലാവർക്കും വിരോധം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ദിലീപിന് ഇവിടെ തെറി പറയുമ്പോഴും ഭാഗ്യലക്ഷ്മി കിട്ടി അവരെന്നെ കൊടുക്കുന്നുണ്ട്, നീ ആരാണത് വന്ന് പറയാൻ എന്നൊക്കെയുള്ള തരത്തിൽ ഭാഗ്യലക്ഷ്മിയും ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭാഗ്യലക്ഷ്മിയുടെ ടീം ഒന്നുമല്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന ടീം മാത്രമേ ഉള്ളൂ. കാരണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രതികരിക്കുന്നവരാണ്, അല്ലാതെ എല്ലാ കാര്യത്തിലും വന്ന് പ്രതികരിക്കുന്ന അവരൊന്നുമല്ല. ചില ആൾക്കാരൊക്കെ ഭാഗ്യലക്ഷ്മിക്ക് നല്ലോണം ഇട്ട് കൊടുത്തിട്ടുമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേടനെ പോലെയുള്ള ആൾക്കാരെ പിന്തുണയ്ക്കുമ്പോഴും എന്തുകൊണ്ടാണ് വേടനെയൊക്കെ തള്ളി പറയാത്തത് എന്നുള്ള തരത്തിൽ പിന്നെ ഇന്ന് ഒരു MLA തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി പെരുമാറിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടൊന്നും ഇവർ സംസാരിക്കാതെ ദിലീപിനെ പറ്റി മാത്രമാകുമ്പോഴേ അത് ദിലീപിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ളവർക്ക് സപ്പോർട്ട് കിട്ടാത്തത്. പിന്നെ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ളവർക്കൊന്നും സപ്പോർട്ട് കുറവാണ്. കാരണം അവരുടെ ചില ഈ സംസാരങ്ങളും അതുപോലെ അഭിമുഖങ്ങളും കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊരു വിരോധം വെച്ച് നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു അഹങ്കാരത്തോടു കൂടിയാണ് അവരൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് അവരിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, അവരുടെ കൂടെ ഒന്നും നിന്നിട്ട് ദിലീപിനെ കല്ലെറിയാൻ ആളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്ന് പറയുന്നത് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്ന ഒരുപാട് തെറികളുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യിക്കുന്ന സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു റിപ്പോർട്ടർ, അതായത് റിപ്പോർട്ടർ ചാനലിലെ ഏതൊരു ഒരാൾക്ക് ആ ചങ്ങാതിക്ക് ഭയങ്കരമായിട്ട് ഇതാണ് പ്രശ്നമാണ്. ദിലീപിനെ ശിക്ഷിച്ചിട്ട് ഞാൻ അടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം വീട്ടിൽ നിന്ന് ഭക്ഷണം പോലും കഴിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭ്രാന്തമായ ആവേശത്തോടു കൂടി ഓരോ സ്ഥലത്ത് പോയിട്ട് ദിലീപിനെതിരെ തെളിവുണ്ട് എന്നൊക്കെ. അവൻ എന്ത് തെളിവാണ് ഉള്ളതെന്നറിയാം. അവൻ ഒരു ദിവസം ഒരു ഷൂട്ട് ചെയ്തിന്, ഒളിക്യാമറ ഷൂട്ടിങ്. അതായത് പൾസർ സുനിയെ കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ ക്യാമറ വെക്കാം, ഒളിക്യാമറ ഷൂട്ട് പോലെ നമുക്ക് ചെയ്യാം, പ്രേക്ഷകരുടെ മുന്നിൽ ഒളിക്യാമറയായിട്ട് കൊടുക്കാം, അതായത് ഞാൻ നിന്നെ അറിയാത്ത ഒരാളായിട്ട് അഭിനയിക്കാം. ഇപ്പോഴിന്ന് കുറേ ഫോട്ടോസ് വന്നിട്ടുണ്ട്. അതായത് അവർ രണ്ടുപേരും കൂച്ചുകെട്ടിയിരിക്കുന്ന ഫോട്ടോസ്. അതായത് ഇയാൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടർ ചാനലിൻ്റെ അന്ന് അറിയുകയും ചെയ്യാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പൾസർ സുനി അതിനെ സമ്മതിച്ചതൊന്നും നമുക്കറിയാം. നമ്മളെ ജനങ്ങളെ പൊട്ടന്മാരാക്കിയിട്ട് പിന്നെ വെറുതെ അവിടെ ഒരു ഷൂട്ട് നടത്തി, അത്ര മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ദിലീപിനെതിരെ ഒരു വലിയ വിഭാഗം ഇവിടെ ഭയങ്കരമായിട്ട് അറ്റാക്ക് നടത്തുമ്പോഴും ദിലീപിനെ പിന്തുണക്കുന്ന ചില ആൾക്കാർ അത് സിനിമാക്കാരോ മാത്രമാണ്. ആ സിനിമാക്കാരിൽ നമ്മുടെ താരരാജാക്കന്മാർ ആരുമില്ല. അതുപോലെ ദിലീപുമായിട്ട് അടുത്ത ബന്ധമുള്ള ആൾക്കാർ വരെ സംസാരിക്കുമ്പോഴേ അവരാദ്യം തന്നെ പറയുന്ന ഒരു കാര്യം അതിജീവിതയെ പറ്റിയിട്ടാണ്. അതിജീവിതയുടെ കൂടെയാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ടാണ് ദിലീപിനെ പറ്റി പുകഴ്ത്തി അടിക്കുന്നത്. അതായത് ദിലീപ് ചല്ല കുറ്റവാളിയെങ്കിലും മറ്റുള്ളവരാണെങ്കിലും പിടിക്കണം, പിന്നെ ദിലീപിന് 85 ദിവസം ജയിലിൽ കിടന്നതിൻ്റെ ആനുകൂല്യങ്ങൾ മുഴുവൻ കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ദിലീപ് കുറ്റം ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് കുറ്റം ചെയ്തത്, ആരാണ് മേഡം, ആരാണിത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സൂപ്പർ സ്റ്റാറുകളോട് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഓടി ഒളിക്കുന്ന ഈ പ്രവണത ഇനിയും നിർത്താറായിട്ടില്ലേ? നിങ്ങളൊക്കെ ഇനി എപ്പോഴാണ് അഭിപ്രായങ്ങൾ പറയുക? നിങ്ങൾക്കൊക്കെ 10ഉം 65ഉം 70ഉം വയസ്സായില്ലേ? ഇനിയും ഈ സിംഹാസനം ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണോ? അവനവൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞൂടെ? പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സിംഹാസനം നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് മിണ്ടാതിരിക്കാം. അത് ലാലേട്ടനായാലും ശരി, മമ്മൂക്കയായാലും ശരി. അപ്പൊ അവരോട് ഞാൻ പറയുകയാണ്, ഇനി ആ സിംഹാസനം ഉടയുന്നുണ്ടെങ്കിൽ ഉടയട്ടെ, ഇനി ആ സിംഹാസനം വേണമെങ്കിൽ പൊക്കോട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് അത് നിങ്ങൾ പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ അതൊരു വലിയൊരു വഞ്ചന തന്നെയാണെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.